സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 112/2024. പിന്നെ വരുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിനായാലും LDCക്കായാലും LGSനായാലും തയ്യാറെടുക്കുന്നവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിട്ടുള്ളവയെ കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. താഴെ തന്നിട്ടുള്ളവയെ കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ചാന്നാർ കലാപം, കൂട്ടംകുളം സമരം എന്നിവയാണ്. അപ്പം കാലഗണന, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. പാലിയം സത്യാഗ്രഹം ഏത് വർഷമാണ്? 1947 പാലിയം സത്യാഗ്രഹം നടന്നത്. 1947. ചാന്നാർ കലാപം 1859. ചാന്നാർ കലാപം നടന്നത് 1859. കൂട്ടംകുളം സമരം നടന്നത് 1946. 1946. ഇപ്പം കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുമ്പോൾ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 3 ചാന്നാർ കലാപം, ഗുരുവായൂർ സത്യാഗ്രഹം, കൂട്ടംകുളം സമരം, പാലിയം സത്യാഗ്രഹം. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931. പാലിയം സത്യാഗ്രഹം 1947. ചാന്നാർ കലാപം 1859. കൂട്ടംകുളം സമരം 1946. അടുത്ത ചോദ്യം. ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. 1857 കലാപസ്ഥലം, അവയ്ക്ക് നേതൃത്വം കൊടുത്തവർ എന്നിവയാണ് തന്നിരിക്കുന്നത്. അപ്പം ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ബറേലിയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ഖാൻ ബഹാദൂർ ആണ്. ഖാൻ ബഹാദൂർ ആണ് ബറേലിയിൽ നേതൃത്വം കൊടുത്തത്. ബറൗട്ട് പർഗാന നേതൃത്വം നൽകിയത് ഷാമലാണ്. ബറൗട്ടിൽ നേതൃത്വം നൽകിയത് ഷാമലാണ്. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത്. ബീഹാറിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. ഒന്നുകൂടി നോക്കാം. ബറേലിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഖാൻ ബഹാദൂർ. ബറൗട്ടിൽ നേതൃത്വം നൽകിയത് ഷാമാൻ. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള. ബീഹാറിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ബൽഗാം സമ്മേളനമാണ്. 1924 ബൽഗാം സമ്മേളനമാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. ഇപ്പം ബൽഗാം സമ്മേളനം 1924 അധ്യക്ഷത വഹിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ഈ മുദ്രാവാക്യം ഏത് സംഭവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് സംഭവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം കോഴിക്കോടാണ്. കോഴിക്കോട്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂഗർഭജലം, പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം എന്നീ വിവര ശേഖരണത്തിന് ഉപയോഗിക്കുന്നു. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് 900 കിലോമീറ്റർ ഉയരത്തിലാണ്. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു.
ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1, 4 എന്നിവയാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. അപ്പം ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം എത്ര ഉയരത്തിലാണ്? ഭൂമിയിൽ നിന്നും 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. ഏതാണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. അടുത്തത്, ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏത്? ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായിട്ടുള്ള ജോഡി ഓപ്ഷൻ എ ആണ്. മാനസ്, സുബൻസിരി എന്നിവ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. മാനസ് ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് മാനസ്. സുബൻസിരി ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങര പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം. കൊടുങ്ങര പള്ളം പുഴ എവിടെയാണ് എത്തിച്ചേരുന്നത്? ഭവാനി പുഴയിലാണ് എത്തിച്ചേരുന്നത്. ഈ പുഴ ഒഴുകുന്ന പ്രദേശം ഏതാണ്? അട്ടപ്പാടിയാണ്. ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങര പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം ഏതാണ്? അട്ടപ്പാടി. 10ാമത്തേത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 11. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഭുവൻ ഹസാരിക സേതു ആണ്. ഭുവൻ ഹസാരിക സേതു ആണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം. ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്തുക. ചുഴലിക്കാറ്റുകൾ തന്നിരിക്കുന്നു, അവയ്ക്ക് പേര് നൽകിയ രാജ്യങ്ങൾ തന്നിരിക്കുന്നു. ശരിയായിട്ടുള്ള ജോഡി ഏത് എന്നതാണ് ചോദ്യം. താനെ, നിഷ. ശരിയായിട്ടുള്ള ജോഡി പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. രശ്മി, മാല എന്നീ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകിയത് ശ്രീലങ്കയാണ്. ശ്രീലങ്ക. രശ്മി, മാല എന്നീ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകിയത് ശ്രീലങ്ക. അടുത്ത ചോദ്യം, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം? വർഷം 1991. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ ഇവിടെ തന്നിരിക്കുന്നത് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണം, ദേശസാൽക്കരണം എന്നിവയാണ്. ഇതിൽ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 2. ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും എന്നിവയാണ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ 1991. നബാർഡ് സ്ഥാപിതമായ വർഷം ഏതാണ്? നബാർഡ് സ്ഥാപിതമായത് 1982. നബാർഡ് സ്ഥാപിതമായ വർഷം 1982. ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ്: അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം, യന്ത്രവൽക്കരണം, കർഷകരുടെ കുടിയേറ്റം. ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഈ ഓപ്ഷൻസിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലോ വരുന്നത്. കർഷകരുടെ കുടിയേറ്റം എന്നതാണ് ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ശരിയാണ്. രാസവളങ്ങളുടെ ഉപയോഗം ശരിയാണ്. യന്ത്രവൽക്കരണം എന്നിവയെല്ലാം ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവ ആണ്. അടുത്തത്, കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഒറീസയാണ്. ഒറീസ. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഒറീസ. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു. പുത്തൻ സാമ്പത്തിക നയം 1991 നടപ്പാക്കി. അപ്പം ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു ആ സമയത്ത്? ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഡോക്ടർ മൻമോഹൻ സിംഗ്.
ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി പങ്കജ് ചൗധരിയാണ്. പങ്കജ് ചൗധരി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരെന്താണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് നിഫ്റ്റിയാണ്. ഓപ്ഷൻ സി, നിഫ്റ്റി. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത്? കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശമാണ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് തുല്യ ജോലിക്ക് തുല്യവേതനം, ജീവനോപാധികൾ ലഭിക്കാനുള്ള അവകാശം, സാമ്പത്തിക ചൂഷണത്തിനെതിരായുള്ള അവകാശം, സമാധാനപരമായി യോഗം ചേരുവാനുള്ള അവകാശം. ഇതിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ച് കിട്ടുന്ന അവകാശം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സമാധാനപരമായിട്ട് യോഗം ചേരുവാനുള്ള അവകാശമാണ്. നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണ്. ധനബില്ലുകൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലായിരിക്കും. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3 മാത്രം. നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണ്. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് എവിടെയാണ്? ധനകാര്യ ബില്ലുകൾ ലോകസഭയിലാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏത്? ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്നത് കർണാടകയാണ്. ഓപ്ഷൻ എ, കർണാടക. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? നിയമവാഴ്ച ബ്രിട്ടൻ്റേതാണ്. നിയമവാഴ്ച ബ്രിട്ടൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPCക്ക് പകരമായിട്ട് വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏതാണ്? CRPCക്ക് പകരമായിട്ട് വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ്? നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. ഓപ്ഷൻ എ, ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന 2 പ്രസ്താവനകൾ പരിഗണിക്കുക. കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ള ആയിരുന്നു. 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂ ഉടമസ്ഥതയിൽ പരിധി നിശ്ചയിക്കൽ, മിച്ചഭൂമികൾ നൽകൽ, കുടിയനാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1 തെറ്റ്, 2 ശരി എന്നിവയാണ്. 1ാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നത് EMS ആണ്. EMS. 2ാമത്തെ പ്രസ്താവന ശരിയാണ്. 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂ ഉടമസ്ഥതയിൽ പരിധി നിശ്ചയിക്കൽ, മിച്ചഭൂമികൾ നൽകൽ, കുടിയൻ ആധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം. കാലക്രമത്തിൽ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. MGNREGS, JRY, SGRY, IRDP. ആദ്യത്തേത് MGNREGS, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. വർഷം 2005. JRY, ജവഹർ റോസ്ഗർ യോജന. വർഷം 1989. SGRY, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന. വർഷം 2001. IRDP,
ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. വർഷം 1978. കാലക്രമത്തിൽ എഴുതുമ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 4. IRDP, JRY, SGRY, MGNREGS. അടുത്ത ചോദ്യം, 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നു. നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസാണ്. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 3, 4 എന്നിവ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നെൽവയൽ എന്നത് ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. ശരിയാണ്. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, ഭരണഘടനാ അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും കണ്ടെത്തുക. അനുച്ഛേദം, അനുബന്ധ കമ്മീഷൻ ഏതാണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. അനുച്ഛേദം 345 4 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 315 അനുച്ഛേദം 315. അനുച്ഛേദം 243 അനുച്ഛേദം 243 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അനുച്ഛേദം 243 ഏതാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അനുച്ഛേദം 243 ഏതാണ് വരുന്നത്? സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അനുച്ഛേദം 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ. അനുച്ഛേദം 315 ഏതാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അനുച്ഛേദം 243 എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അനുച്ഛേദം 243 ഏതാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. അനുച്ഛേദം 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ. അടുത്ത ചോദ്യം, വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതികൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് അഭയകിരണം, മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അഭയകിരണം, മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയത് കേരളമാണ്. കേരളം. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? നവജീവനാണ്. മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു. ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നു. ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പീനിയൽ ഗ്രന്ഥി. താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ബി ആണ്. വിറ്റാമിൻ ബി ആണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. ചിക്കൻ പോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ചിക്കൻ പോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമം വരിസെല്ല സോസ്റ്റർ എന്നതാണ്. വരിസെല്ല സോസ്റ്റർ ഏതാണ് വൈറസ്? ചിക്കൻ പോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമമാണ് വരിസെല്ല സോസ്റ്റർ. ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം ഊർജം നൽകുക എന്നതാണ്. ഊർജം നൽകുക. 3R തത്വത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ്? 3R. ഓപ്ഷൻ സി. കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. കുറയ്ക്കുക,
വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. 3R എന്ന് പറയുമ്പോൾ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അടുത്തത്, എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഏതാണ്? എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ലിഗ്മെന്റുകളാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ലിഗ്മെന്റുകൾ. താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശവളർച്ച മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അനിയന്ത്രിതമായ കോശവളർച്ച മൂലമുണ്ടാകുന്നത് ക്യാൻസർ ആണ്, ക്യാൻസർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ, എല്ലാ പിന്നോക്ക സമുദായത്തിലെ മുതിർന്ന അംഗങ്ങൾ. ഇതൊന്നുമല്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇതൊന്നുമല്ല എന്നതാണ്. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെ? ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിലാണ്, ധ്രുവങ്ങളിൽ. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് വികിരണം. ഓപ്ഷൻ എ, വികിരണം. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ്. 20 to 20,000 ഹെർട്സ്. ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 14 ജൂലൈ 2023 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 14 ജൂലൈ 2023. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ഏതാണ്? ആദ്യത്തെ ഇന്ത്യൻ വനിത കൽപ്പന ചൗളയാണ്, കൽപ്പന ചൗള. ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം, ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്നത് ക്ലോറോഫ്ലൂറോ കാർബൺ ആണ്, ക്ലോറോഫ്ലൂറോ കാർബൺ. STPൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും 1 മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം 22.4 L ആണ്, 22.4 L. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡേ ആണ്, മൈക്കൽ ഫാരഡേ ആണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. പുതുതായി കണ്ടുപിടിച്ച അറ്റോമിക് നമ്പർ 118 മൂലകത്തിന്റെ പേര്? പുതുതായി കണ്ടുപിടിച്ച അറ്റോമിക് നമ്പർ 118 മൂലകത്തിന്റെ പേര് ഓഗനേസൺ എന്നാണ്, ഓഗനേസൺ. അറ്റോമിക് നമ്പർ എത്രയാണ്? 118 ആണ്, ഓഗനേസൺ. ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഡെമോക്രിറ്റസ് ആണ്, ഡെമോക്രിറ്റസ്. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏത്? കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസികയാണ് കേളി. കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, തോന്നയ്ക്കൽ. മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതി, മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസനാവികൃതിയാണ്. ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? വാസനാവികൃതി പ്രസിദ്ധീകരിച്ച മാസിക വിദ്യാവിനോദിനിയാണ്, വിദ്യാവിനോദിനി. വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏത്? ഷീല ടോമിയുടെ നോവൽ വയനാട് ദേശം പശ്ചാത്തലമായിട്ട് വരുന്നത് വല്ലിയാണ്. വല്ലി എന്നത് ആരുടെ നോവലാണ്? ഷീല ടോമിയുടെ നോവലാണ്. വല്ലി എന്ന നോവലിന്റെ പശ്ചാത്തലമായ പ്രദേശം ഏതാണ്? ദേശം ഏതാണ്? വയനാടാണ്. ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര്? നീലവെളിച്ചം. ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര് നീലവെളിച്ചം. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്സ്. ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. PT ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത. ഇതിൽ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇത് 3ഉം ശരിയാണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാൽ മാനുവൽ ഫെഡറിക്സ് ആണ്, മാനുവൽ ഫെഡറിക്സ്.
ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ മലയാളി വനിത ആര് എന്ന് ചോദിച്ചാൽ ഷൈനി വിൽസൺ ആണ്. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? PT ഉഷയാണ്. PT ഉഷ. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ്. 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജംപ് താരമാണ് മുരളി ശ്രീശങ്കർ. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവ ശരിയാണ്. 2023 അവാർഡ് ലഭിച്ച ലോങ് ജംപ് താരം ആരാണ്? മുരളി ശ്രീശങ്കർ ആണ്. മുരളി ശ്രീശങ്കർ. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരം ആരാണ്? മുഹമ്മദ് ഷമിയാണ്. മുഹമ്മദ് ഷമി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതി ഏതാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരമാണ്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതി. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് കീബോർഡ്, ട്രാക്ക് ബോൾ, പ്ലോട്ടർ, ബാർകോഡ് റീഡർ എന്നിവയാണ്. കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്. പ്ലോട്ടർ ആണ്. പ്ലോട്ടർ. GPS-ന്റെ പൂർണ്ണരൂപം? GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. വെബ് ബ്രൗസറിന് ഉദാഹരണമല്ലാത്തത് ഏത്? വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് കുക്കിയാണ്. കുക്കി. മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനം? മൈക്രോസോഫ്റ്റിൻ്റെ AI സംവിധാനം കോപൈലറ്റ് ആണ്. കോപൈലറ്റ്. താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷ? പൈത്തൺ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ AIയുടെ പൊതുവായിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് പൈത്തൺ ആണ്. പൈത്തൺ. ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത്? പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറെയാണ്. പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ. 2012 പോക്സോ നിയമം ബാധകമാകുന്നത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇന്ത്യ മുഴുവൻ, ജമ്മു കാശ്മീർ ഒഴികെ ഇന്ത്യയിൽ എല്ലായിടത്തും, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മാത്രം, ഇവരിൽ ആരുമല്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇന്ത്യ മുഴുവനാണ്. ഇന്ത്യ മുഴുവൻ. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം. ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത്? കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത് യുണിസെഫ് ആണ്. യുണിസെഫ്. ഗാർഹിക പീഡന നിയമം 2005. ഗാർഹിക പീഡനം എന്നാൽ സാമ്പത്തിക ദുരുപയോഗം, ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക, ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുക. A, B and C. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. A, B and C ആണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത്? ഓപ്ഷൻ സി ആണ്. 1989. 1989. അടുത്ത 10 ചോദ്യങ്ങൾ മാത്സ് ആണ്. ഉത്തരം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 71ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവ ഒന്നുമല്ല എന്നത് എന്നിൻ്റെ വില കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 72ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 73ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 74 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 75ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 76 ഓപ്ഷൻ ഡി. 77ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. 78 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 79 ഓപ്ഷൻ ബി. 80ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. Which of the following sentences use correct subject-verb agreement? ഓപ്ഷൻ എ ആണ് ഉത്തരം. The team plays well together.
Identify the correct transformation of the following sentence from direct to indirect speech. Direct speech, I will attend the meeting tomorrow, she said. Option B ആണ് ഉത്തരം. She said that she would attend the meeting the following day. Identify the part of speech of the underlined word in the sentence below. Underline ചെയ്തിരിക്കുന്നത് gracefully എന്ന വേർഡാണ്. She danced gracefully in the spotlight during the performance. Option B ആണ് ഉത്തരം. Adverb ആണ്. Adverb. Choose the correct question tag for the following sentence. You have finished your homework. Haven't you? Identify the sentence that has been correctly transformed from active voice to passive voice. തന്നിരിക്കുന്നത് I write a letter. A letter is written by me. Which of the following word is synonym for vivid? ഓപ്ഷൻ ബി ആണ് ഉത്തരം. വിവേഷ്യസ്. 87 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 88ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് എക്സസീവ്. ഓപ്ഷൻ സി മോഡറേറ്റ്. വിച്ച് വേർഡ് ഈസ് മോസ്റ്റ് സിമിലർ ടു ദ റെസിലിയൻറ്റ്? ഫ്ലെക്സിബിൾ. റെസിലിയൻറ്റ്. Find the one word for the statement. To choose not to use a word either in favor of or against something. Abstain. മലയാളം ചോദ്യങ്ങളാണ്. കച്ചകെട്ടുക എന്ന പ്രയോഗത്തിന്റെ ആശയം താഴെ പറയുന്നവയിൽ നിന്നും എടുത്തെഴുതുക. കച്ചകെട്ടുക, സന്നദ്ധനാവുക. അലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ അല പ്ലസ് ആഴി. തലമുടി എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തുഹിനം. താഴെ കൊടുത്തവയിൽ ശരിയായ പദങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. ഉത്തരവാദിത്തം, കൃതജ്ഞത എന്നീ വാക്കുകൾ ശരിയാണ്. ഒറ്റപ്പദം എഴുതുക. ഉചിതമായ സ്ഥിതി. ഔചിത്യം. ഘൃതം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ കൊടുത്തതിൽ ഏതാണ്? അനൃതം. 4-5 എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? 4ഓ 5ഓ. ചേർത്തെഴുതുക. കൽ പ്ലസ് മതം. കന്മതം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാളം ചൊല്ല് ഏത്? സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അവസാനത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. സലിംഗ ബഹുവചനം അധ്യാപികമാർ എന്നതാണ്. അധ്യാപികമാർ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.